മക്കളെ നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇതുവരെ കൃതജ്ഞത രേഖപ്പെടുത്തിയത് നമ്മൾക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ നമ്മുടെ വീടുകളിലോ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലോ നമ്മുടെ അടുത്ത റിലേറ്റീവ്സിൻ്റെ ഇടയിലോ ഒക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും നമ്മളെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന, കഷ്ടത അനുഭവിക്കുന്ന, അത് ഹെൽത്തിൻ്റെ കാര്യമായാലും ഹാപ്പിനെസ്സിൻ്റെ കാര്യമായാലും സാമ്പത്തികമായാലും മറ്റേതെങ്കിലും പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടാവും. പക്ഷേ നമുക്ക് അവർക്ക് മെൻ്റലി സപ്പോർട്ട് കൊടുക്കാനേ ഇപ്പം പറ്റുന്നുള്ളൂ. സാമ്പത്തികമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവർക്ക് വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളത്. ഇന്നൊരു വ്യത്യസ്തമായ പരിശീലനമാണ്. 24ാമത്തെ ദിവസം മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ കൃതജ്ഞത രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ ഉള്ള് അത്രയും ക്ലീൻ ആവുകയാണ്. കൃതജ്ഞത കൊണ്ടും അവരോടുള്ള സ്നേഹം കൊണ്ടും നമ്മുടെ ഉള്ള് നിറയുമ്പോൾ ഈ പ്രപഞ്ചത്തിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സ്നേഹത്തെ നമ്മൾ ആവാഹിക്കുകയാണ്. നമ്മൾ പറയില്ലേ, നമ്മുടെ മനസ്സ് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു പുല്ലായാലും പൂവായാലും നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നത്. അത് നമ്മൾ മൂടായിട്ടായിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശരിയല്ലെങ്കിൽ ചുറ്റിൽ എത്ര ഹാപ്പി ആയാലും നമുക്കത് ഹാപ്പി ആവാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഒരു പാട്ടായാലും എന്തായാലും നമുക്കത് ആസ്വദിക്കാൻ പറ്റുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയിലേക്ക് നമ്മൾ ഈ 23 ദിവസം കൊണ്ടാണ് നമ്മൾ എത്തിയത്. ഇന്ന് 24ാമത്തെ ദിവസമാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ആവശ്യം പോലെ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ ഈ പ്രപഞ്ചത്തിലെ കൃതജ്ഞത രേഖപ്പെടുത്തി അത്ഭുതം അവരിലേക്കും പ്രവഹിപ്പിക്കുകയാണ്. എന്താണെന്നല്ലേ, അതെങ്ങനെയാണെന്നല്ലേ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നിങ്ങളൊന്ന് പരിശീലിച്ച് നോക്കൂ. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇതുപോലെ എന്തെങ്കിലും കഷ്ടതകൾ അനുഭവിക്കുന്ന, ഇനിയിപ്പോൾ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണോ, ഒരു ഇൻ്റർവ്യൂ പോകാനാണോ, ഇനിയിപ്പോൾ എക്സാം എഴുതാൻ പോകുന്നവരാണോ, മെൻ്റലി ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുന്നവരാണോ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ, ഹെൽത്ത് ഇഷ്യൂ ആയിട്ടിരിക്കുന്നവരാണോ, അവരെത്രയും പെട്ടെന്ന് അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ നമുക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് വേണ്ടി. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർക്ക് വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അതെങ്ങനെയാണെന്നല്ലേ? സ്വാഭാവികമായും നമ്മുടെ അടുത്ത ബന്ധുവോ സുഹൃത്തോ മക്കളോ ബ്രദറോ സിസ്റ്ററോ ആരായാലും അവരൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ നമ്മളോട് പറയും, എടാ ഒന്ന് പ്രാർത്ഥിക്കണേ. അങ്ങനെ പറയുന്നവരില്ലേ? നമ്മുടെ ഓൾ ദി ബെസ്റ്റ് പറയും, ബെസ്റ്റ് വിഷസ് പറയും. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം അവർക്കത് സാധ്യമാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ നമ്മളങ്ങനെ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് നമ്മളത് ഔപചാരികതയുടെ പേരിൽ പറയും എന്നല്ലാതെ നമ്മൾ എത്ര പേര് ഉള്ളറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെ അവർക്ക് വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്താറുണ്ട്? സത്യസന്ധമായിട്ട് പറയണേ, സത്യമല്ലേ? ഒരു കാര്യം പറയുമ്പോൾ കൺഗ്രാറ്റുലേഷൻ അല്ലെങ്കിൽ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോകുക എന്നല്ലാതെ, എന്നുവെച്ചിട്ട് അവർക്ക് ദോഷം വരണം എന്നല്ല, പക്ഷെ ഉള്ളിൽ തട്ടി നമ്മൾ അത് ആഗ്രഹിക്കാറുണ്ടോ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഇന്ന് നമ്മളതാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരൊന്ന് രക്ഷപ്പെട്ട് കാണണം എന്നുള്ള ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ, 3 പേരുടെ ഫോട്ടോ എടുക്കുക. അവരുടെ പ്രശ്നം എന്താണ് അത് നിങ്ങൾക്കാണ് അറിയുക. എന്താണ് അവരുടെ പ്രശ്നം? അവരിപ്പോൾ ഒരു എക്സാമിന് തയ്യാറെടുക്കുകയാണെങ്കിൽ അവരെല്ലാം എന്തെങ്കിലും ഇഷ്യൂ ആണെന്ന് നിങ്ങൾക്കറിയാലോ. അതിനുവേണ്ടി അത് നടന്നതായിട്ട് സങ്കല്പിച്ച്, അവർ ഹാപ്പി ആവുന്നതായിട്ട് സങ്കല്പിച്ച് ആ ഫോട്ടോ നോക്കി 1 മിനിറ്റ് അതിനെ ചിലവഴിച്ച് ആ കാര്യത്തിന് വേണ്ടി നന്ദി പറയുക. അതൊരു ഊർജമാണ്, അതൊരു പ്രപഞ്ച സത്യമാണ്. ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, നമ്മൾ അതിനുവേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളൊന്നത് പരിശീലിക്കൂ. തീർച്ചയായിട്ടും അത് ചെയ്യും. അത് ആ ഒരു ചേഞ്ച് ഉണ്ടാവും. കാരണം എനിക്ക് ഒരു കുഞ്ഞമ്മയുണ്ട്, അമ്മയുടെ അനിയത്തി. അവർ ജന്മനാ കുറച്ച് കാലക്കൊരു സ്വാധീനക്കുറവുണ്ടായിരുന്നു. ഇപ്പം അത് അധികമായിട്ടിരിക്കുകയാണ്. കൈ പിടിക്കാതൊന്നും അധികം നടക്കാൻ പറ്റില്ല, കഷ്ടപ്പെട്ടാൽ നടക്കുക. എന്നാലും ഞാൻ അവർക്ക് വേണ്ടി എപ്പോഴും കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ ഒരു കൃതജ്ഞതയുടെ ശക്തി കൊണ്ടായിരിക്കാം അവർ ഓടിപ്പാഞ്ഞ് നടക്കുന്നതല്ല, ആ അവസ്ഥയിൽ അവർ എനർജറ്റിക്കാണ്. ആ ഒരു സിറ്റുവേഷനിൽ അവർ എനർജറ്റിക്കാണ്. അത് അവരുടെ ഫേസിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവർ ഹാപ്പിയാണ്. ഞങ്ങൾ ഡാൻസൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെയറിലൊക്കെ ഇരുന്ന് ഡാൻസ് ചെയ്യും. ഈ പ്രാവശ്യം അവർ വന്നപ്പം ഞാൻ ഈ കൃതജ്ഞത രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ
കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാൾ എത്രയോ അവരുടെ ഫേസിൽ എനിക്കത് എനർജറ്റിക് ആയത്. അവർ വല്ലാത്തൊരു ശാന്തതയും അവരുടെ ഉള്ളിലുണ്ട്, ഹാപ്പിനെസ്സും അവരുടെ ഉള്ളിലുണ്ട്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്താണോ അവരുടെ ആവശ്യം, അതിനു വേണ്ടി അവരുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് 3 കാര്യങ്ങൾക്ക് മക്കളാണോ, ഭർത്താവാണോ, അടുത്ത സുഹൃത്തുക്കളാണോ, പരിചയക്കാരാണോ, ആരാണോ, നിങ്ങളൊന്ന് പരിശീലിക്കും. നമ്മുടെ ഉള്ളിൽ കഴുകി വൃത്തിയാവുകയാണ്. നമ്മുടെ അത്രയും തെളിഞ്ഞ തെളിനീര് പോലെ ആവുകയാണ്. ആ സമയത്ത് നമ്മളിലേക്ക് വരുന്ന അത്ഭുതകരമായ മാറ്റമാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണത്. ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് എത്തിച്ചേർന്നതാണ്. അതിപ്പോഴാണ് നമുക്ക് പറ്റുന്നത്. ഉള്ളറിഞ്ഞ് നമ്മുടെ ആവശ്യം പോലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മളെപ്പോലെ ഈ ക്യാൻസർ വന്നു പോയവർക്ക് പറയാം, ആ സിറ്റുവേഷനിലൂടെ കടന്നു വരുന്ന സങ്കടപ്പെടുന്ന ഒത്തിരി പേര് നമുക്കറിയാം. അവർക്ക് വേണ്ടി നമുക്ക് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൂടെ? ഞാൻ അങ്ങനെയാണ്. എൻ്റെ കുഞ്ഞമ്മയ്ക്കും അതുപോലെ നിങ്ങൾ എൻ്റെ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എന്നെപ്പോലെ ആ സിറ്റുവേഷൻ തരണം ചെയ്ത് ഹാപ്പി ആവുന്നത്, നിങ്ങൾ വിളിക്കുന്ന പേഴ്സണലായിട്ട് വിളിച്ച് സങ്കടങ്ങൾ ഷെയർ ചെയ്യുന്നവരുണ്ട്. ഈ സിറ്റുവേഷനിൽ കീമോയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യുന്നവരുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് എന്നെ വിളിച്ച് പറയുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിയിരുന്നു. അവരൊന്ന് ഹാപ്പി ആവട്ടെ. നിങ്ങൾ ഓരോരുത്തരും വിളിച്ച് സങ്കടം പറയുമ്പം ഞാനത് കൃതജ്ഞത രേഖപ്പെടുത്തുന്നുണ്ട്. ഇവരൊന്ന് ഹാപ്പി ആയി കാണട്ടെ, നിങ്ങളൊന്ന് ഹാപ്പി ആവുന്നത് ഞാൻ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട്. അതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് കാസർഗോഡുള്ള ഒരു മോള്, ഞാൻ ഫസ്റ്റ് ഇട്ടൊരു ഷോർട്ട് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാം. ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ദിവസമാണ് എൻ്റെ വീഡിയോ കാണുന്നത്. ആ സമയത്ത് കുട്ടി മരണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ആരും ഇല്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ട് എനിക്കൊരു മെസ്സേജ് ഇടുകയും ചെയ്തപ്പം കോൾ മീ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുകയായിരുന്നു. ഒരു നിയോഗം പോലെ, ഒരു ദൈവത്തിൻ്റെ ഇടപെടൽ പോലെ. ആ സമയത്ത് കുട്ടി എന്നെ വിളിക്കുകയും ഞാൻ ആ കുട്ടിയോട്, ആ മോളോട് കുറേ നേരം സംസാരിക്കുകയും ആത്മഹത്യ ചിന്തയിൽ നിന്ന് ആ കുട്ടി പിന്തിരിയുകയും ചെയ്തു. പിന്നീട് എൻ്റെ വീഡിയോസ് തുടർച്ചയായിട്ട് കാണാൻ തുടങ്ങി. ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നും പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു. നിങ്ങളത് കണ്ടിട്ടുണ്ട്. 2 ലക്ഷം 3 ലക്ഷം പേരങ്ങനെ അത് കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തി നിങ്ങളുടെ ഭാഷയിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ദിവസവും ഞാൻ ആ മോൾക്ക് വേണ്ടി ഇതുപോലെ കൃതജ്ഞത രേഖപ്പെടുത്തുമായിരുന്നു. ആ മോൾക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്, 6 മാസം ആകാനായിട്ടുള്ളൊരു കൊച്ചു കുഞ്ഞുണ്ട്. 23 വയസ്സായ ഒരു പെൺകുട്ടിയാണ്. ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയില്ല, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ക്യാൻസറിൻ്റെ തീവ്രതയിൽ അവരെന്നെ ആ മോളെന്നെ വിളിച്ചത്. അവരിപ്പോൾ എന്നെ അമ്മയെ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോവല്ല, ഞാൻ പറയുകയാണ്. അവരിപ്പോൾ സർജറി കഴിഞ്ഞു, കീമോ കഴിഞ്ഞു, റേഡിയേഷൻ കഴിഞ്ഞു. ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ജയമ്മേ അമ്മയെ എന്നാണ് എന്നെ വിളിക്കാറ്. അമ്മയെ എന്നെ ദിവസവും വിളിച്ചേക്കണേ എന്ന് പറയുമ്പോൾ ആ കൃതജ്ഞതയുടെ ശക്തി മാത്രമാണ് ആ കുട്ടി ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് സന്തോഷം തോന്നുന്നത്. എന്നെ ആ കുട്ടി വിളിച്ചതും ആ ഷോർട്സ് കാണാൻ ഇടയായതുമെല്ലാം ഞാനൊരു നിമിത്തമായല്ലോ, അതിന് ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ടാവും. അവർക്ക് വേണ്ടി നമുക്കിന്ന് കൃതജ്ഞത രേഖപ്പെടുത്താം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആരോഗ്യം, ധനം, സന്തോഷം എന്നിവയിലൂടെ നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട 3 വ്യക്തികളെ തിരഞ്ഞെടുക്കുക. ഒരു സമയം ഒരാൾ എന്ന കണക്കിൽ അയാളുടെ ചിത്രം കൈകളിൽ എടുക്കുക, ചിത്രം ഉണ്ടെങ്കിൽ. കാരണം നമ്മുടെ ഏറ്റവും അടുത്തവരാകുമ്പോൾ ചിത്രം ഉണ്ടാവും. അല്ലാത്തവരെ നമുക്ക് അവരെ വാട്സപ്പ് DP ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ അറിയുന്ന ആളാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. കയ്യിലെടുത്തിട്ട് കണ്ണടച്ച് 1 മിനിറ്റ് നേരത്തേക്ക് ആ വ്യക്തിയുടെ ആരോഗ്യം, സമ്പത്ത്, സന്തോഷം എന്നിവ പൂർണ്ണമായും വീണ്ടെടുക്കട്ടെ എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ആ വാർത്ത ശ്രവിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. നേരത്തെ കാസർഗോഡുള്ള മോളുടെ എന്നെ വിളിച്ചിട്ട് പറയാം, ജയമേ എൻ്റെ എൻ്റെ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്ത് സന്തോഷം എനിക്ക്. കീമോൻ്റെ ആ സ്റ്റേജ് അവൾ കടന്നുപോയി. അത് കടന്നു പോകുമോ എന്നുള്ള നല്ല ആശങ്ക ഉണ്ടായിരുന്നു. സർജറി കഴിഞ്ഞു, കീമോ കഴിഞ്ഞു, ഇപ്പോൾ റേഡിയേഷനാണ്, അത് കഴിയാറായി. ഞാനത് സങ്കല്പിച്ച് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക.
എപ്പോഴും അയാളുടെ ഫോട്ടോ കയ്യിൽ പിടിച്ച് അവരുടെ പേര് പറയുക. ഏത് വ്യക്തിയാണോ പേര് പറഞ്ഞിട്ട് ആരോഗ്യവും സന്തോഷവും സമ്പത്തും നൽകിയതിന് നന്ദി 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 എന്ന് മാന്ത്രിക വാക്ക് സാവധാനം ഉരുവിടുക. ഒരാളുടെ പൂർത്തിയായാൽ അടുത്ത ആളിലേക്ക് കടക്കാം. ഈ 2 സ്റ്റെപ്പുകൾ ആവർത്തിക്കുക. ഇങ്ങനെ 3 വ്യക്തികളിലും നിങ്ങൾ മാന്ത്രികത നിറയ്ക്കുകയാണ്. നിങ്ങളിലേക്ക് കിട്ടുന്ന അനുഗ്രഹം ഒട്ടനവധിയായിരിക്കും, തീർച്ചയാണ്. അപ്പോൾ ഇന്ന് കിട്ടിയ 10 അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ മറക്കരുത്. ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മുടെ മാന്ത്രിക കല്ലെടുത്ത് നെഞ്ചോട് ചേർത്ത് 3 കാര്യങ്ങൾക്കും നന്ദി പറയാൻ വിട്ടുപോകരുത്. ഈ ഒരു പരിശീലനം, ഈ 24ാമത്തെ പരിശീലനം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ഒരു ഭാരമില്ലാത്ത പോലെ, ഒരു അപ്പൂപ്പൻ താടി പോലെയാവും. നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ എങ്ങനെ താളം പിടിച്ചു പോകും. ആകുല ചിന്തയില്ല, ഭയമില്ല, നിരാശയില്ല. നമുക്ക് എന്തൊക്കെ ഒരു ആത്മവിശ്വാസം കൈവരും. മനസ്സ് സ്നേഹം കൊണ്ട് നിറയും. ലവ് യു. 25ാമത്തെ ദിവസം കാണാം.